എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നൈമിഷാരണ്യത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഓണക്കാലത്ത് ഏറ്റവും അധികം വിശേഷമായിട്ടും പരിശുദ്ധമായിട്ടും ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടും ഒക്കെ നമ്മൾ കാണുന്ന ഒരു വിഗ്രഹ സങ്കല്പമാണ് തൃക്കാക്കരയപ്പൻ അല്ലെങ്കിൽ മാതേവർ. ചില ദിക്കിൽ മാതേര് എന്നും ഗ്രാമ്യ ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട്. ഈ മാതേവരെ കുറിച്ചാണ് അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ കുറിച്ചാണ് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഈ തൃക്കാക്കരയപ്പൻ അല്ലെങ്കിൽ മാതേര്? ചില ആളുകൾ പറയുന്നുണ്ട് അത് മഹാബലി തന്നെയാണ്. ചില ആളുകൾ പറയുന്നുണ്ട് അത് മഹാബലി അല്ല, അത് വാമനമൂർത്തിയായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് അവിടെ പൂജിക്കുന്നത്. ഇതിൽ ഏത് അഭിപ്രായമാണ് കൂടുതൽ ശരിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കേരളീയ പാരമ്പര്യത്തിൽ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാൽ വാമനമൂർത്തിയാണ്. വാമനമൂർത്തിയായിട്ടുള്ള നാരായണനെ തന്നെയാണ് തൃക്കാക്കരയപ്പനായിട്ട് പൂജിക്കുന്നത്. നോക്കൂ, ഓണം എന്ന് വിളിക്കപ്പെടുന്ന മലയാളിയുടെ ദേശീയ ആഘോഷം, അതിന് പ്രകൃതിയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഓണത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് പൂക്കളം ഇടുന്നതാണല്ലോ. ആ പൂക്കളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഓണക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ഓണസദ്യ. ആ ഓണസദ്യ ഉണ്ടാക്കാനുള്ള വിഭവങ്ങളായിട്ടുള്ള പച്ചക്കറികളും മറ്റ് ധാന്യങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അതും പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു പ്രകൃതി ബന്ധം ഓണം എന്ന് വിളിക്കപ്പെടുന്ന ആഘോഷത്തിനുണ്ട്. മലയാളിയുടെ ഭൂരിഭാഗം ആഘോഷങ്ങൾക്കും ഈ പ്രകൃതിയുമായും കൃഷിയുമായും ഉള്ള ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ വിശേഷമായിട്ട് മാതേര് അല്ലെങ്കിൽ തൃക്കാക്കരയപ്പൻ. എങ്ങനെയാണ് തൃക്കാക്കരയപ്പൻ്റെ പ്രതിഷ്ഠ നടത്തുന്നത്? സ്വന്തം പറമ്പിലെ മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന ഒരു വിഗ്രഹം, അതാണ് തൃക്കാക്കരയപ്പൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള വിഗ്രഹം. അത് നാക്കില വെച്ച് അതിൽ മാവണിഞ്ഞ് ആ വിഗ്രഹത്തിൻ്റെ മുകളിൽ കൃഷ്ണകിരീടം ചൂടിക്കൊടുത്ത് തുമ്പപ്പൂ അതിൻ്റെ മുകളിൽ ചൂടിക്കൊടുത്ത് അങ്ങനെ വേണം പ്രതിഷ്ഠിക്കാനാണ്. തൃക്കാക്കരയപ്പൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നേദ്യം എന്താണ്? എന്താ ഭഗവാന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം? തൃക്കാക്കരയപ്പന് നേദിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ട വിഭവം അടയാണ്. അതിലും പ്രകൃതിയായിട്ടുള്ള ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് വിളിക്കപ്പെടുന്ന നക്ഷത്രം കേവലം തിരുവോണമായിട്ട് മഹാബലി ചക്രവർത്തി നമ്മളെ കാണാൻ വരുന്നു എന്നുള്ള ദിവസം മാത്രമല്ല, അന്ന് വാമന ജയന്തി കൂടിയാണ്. സാക്ഷാൽ നാരായണൻ വാമനനായിട്ട് കശ്യപൻ്റെയും അതിഥിയുടെയും പുത്രനായിട്ട് അഭിജിത്ത് എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ട മുഹൂർത്തത്തിൽ മഹാബലി ചക്രവർത്തിയെ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായിട്ട് ഉയർത്താൻ, അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ശമിപ്പിക്കാനായിട്ട് അവതാരം എടുത്ത ദിവസമാണ് ഈ ചിങ്ങമാസത്തിലെ തിരുവോണം. അന്നേ ദിവസം വാമന ജയന്തി കൂടിയാണ്. അതുകൊണ്ട് ആ ദിവസം തൃക്കാക്കരയപ്പനെ പൂജിക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ പല ദിക്കിലുണ്ടായിരുന്ന സമ്പ്രദായം കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ അത്തം നാൾ വരെ എല്ലാ ദിവസവും പൂക്കളിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ചിങ്ങമാസത്തിലെ അത്തം നാൾ തൊട്ടിട്ട് പിന്നീട് മാതേവരുടെ വരവാണ്. മാതേര് വെക്കുക അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനെ വെക്കുക എന്നുള്ളതായിരുന്നു പലയിടത്തും പിന്തുടർന്നിരുന്ന ഒരു രീതി. ആ രീതി എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെരുമാളുടെ കൽപ്പനയാണെന്നാണ്. ഈ കേരളം മുഴുവൻ ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾമാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നായിരുന്നു എറണാകുളം ജില്ലയിലെ തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രം. ഓണക്കാലത്ത് ഉത്സവമുള്ള ക്ഷേത്രമാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. അപ്പോൾ അദ്ദേഹത്തിന് താല്പര്യം തൻ്റെ രാജ്യത്തുള്ള എല്ലാവരും തൃക്കാക്കരയപ്പനെ കാണാൻ വരണമെന്നായിരുന്നു. പക്ഷേ ദൂരസ്ഥലത്തുള്ള ആളുകൾക്കൊന്നും ഇവിടെ വന്ന് തൃക്കാക്കരയപ്പനെ കാണുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാലഘട്ടമായിരുന്നു അത്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലെങ്കിൽ വേണ്ട, നിങ്ങളെല്ലാവരും അവരവരുടെ വീട്ടിൽ തൃക്കാക്കരയപ്പൻ്റെ വിഗ്രഹം ഉണ്ടാക്കി അത് പൂജിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു എന്നും വ്യാഖ്യാനങ്ങളുണ്ട്. എന്തായാലും അങ്ങനെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് വാമനമൂർത്തിക്ക് നമ്മൾ കൊടുക്കുന്ന പൂജയായി ഈ തൃക്കാക്കരയപ്പൻ്റെ പൂജ മാറിയെന്നാണ്. എന്താണ് ഈ പേരിന് പുറകിലുള്ള ഐതിഹ്യം കൂടെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ നൈമിഷാരണ്യത്തിൽ നിന്ന് വിട പറയാം. തൃക്കാക്കര എന്നാണ്, അത് തൃക്കാൽക്കര ലോപിച്ചാണ് തൃക്കാക്കരയായത് എന്നാണ് ഐതിഹ്യം. സാക്ഷാൽ വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മഹാബലിയെ പരീക്ഷിക്കാനായി വന്ന സമയത്ത് മഹാബലി ആവശ്യമുള്ള ഭൂമി അളന്നെടുത്തോളൂ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ സമയത്ത് തൻ്റെ കാൽഭാഗം കൊണ്ട് തൻ്റെ ആ വിക്രമഭാവം ഭഗവാൻ കാണിച്ചു എന്നാണ്. ത്രിവിക്രമനായിട്ട് നിൽക്കുന്ന വാമനമൂർത്തി ഒന്നാമത്തെ തൻ്റെ കാലുകൊണ്ട് ഭൂമിയും രണ്ടാമത്തെ കാലുകൊണ്ട് ആകാശവും അളന്നു എന്നാണ്. മൂന്നാമത്തെ കാല് എവിടെ വെക്കണം എന്നുള്ള ചോദ്യമാണ് വാമനമൂർത്തി മഹാബലിയോട് ചോദിക്കുന്നത്. അങ്ങനെ തൃക്കാൽ കൊണ്ട സ്ഥലം, കര, അതാണ് തൃക്കാൽക്കരയായിട്ട് മാറിയതും പിന്നീട് തൃക്കാക്കരയായിട്ട് മാറിയതും. അതായത് സാക്ഷാൽ നാരായണൻ്റെ
പാദസ്പർശമുണ്ടായിട്ടുള്ള സ്ഥലം എന്നാണ് ആ പേരിനർത്ഥം. അങ്ങനെ ആ തൃക്കാൽക്കരയിലുള്ള ദേവൻ തൃക്കാക്കര അപ്പനായിട്ട് മാറുകയും ചെയ്തു. ഒരു കേരളത്തിലെ ക്ഷേത്രത്തിലെ ഈശ്വരനെ എല്ലാ ദിക്കിലും ഒരു വിശേഷപ്പെട്ട അവസരത്തിൽ ആരാധിക്കുന്ന ഒരു രീതി അത് അവകാശപ്പെടാൻ സാധിക്കുക തൃക്കാക്കരയപ്പന് മാത്രമാണ്. ഓണത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് തൃക്കാക്കരയപ്പൻ. അങ്ങനെയുള്ള വാമനമൂർത്തിയായിട്ടുള്ള തൃക്കാക്കരയപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടയൊക്കെ കഴിച്ച് നമ്മുടെ തൃക്കാക്കരയപ്പൻ നമ്മളെ അനുഗ്രഹിച്ച് ഈ ഓണക്കാലത്ത് എല്ലാവരുടെയും വീടുകളിലും ഈ സമൂഹത്തിലും നന്മയും അതുപോലെ തന്നെ സമൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.